മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ സൾഫർ എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദ സൾഫർ പേഷ്യൻ്റ് ഈസ് വെരി തേഴ്സ്റ്റി. ഹീസ് ഓൾവേസ് ഡ്രിങ്കിങ് വാട്ടർ. ഹീ വാണ്ട്സ് മച്ച് വാട്ടർ. വളരെയധികം ദാഹമുള്ള ഒരു പ്രകൃതമാണ് സൾഫർ പേഷ്യൻ്റേത്. എപ്പോഴും ദാഹമാണ്, ധാരാളം വെള്ളം കുടിക്കണം. ഹി ഓൾസോ സ്പീക്ക് ഓഫ് എ ഹംഗ്രി ഫീലിംഗ്, എ ഡിസയർ ഫോർ ഫുഡ്, ബട്ട് വെൻ ഹി കംസ് ടു ദ ടേബിൾ ഹി ലോസ് എ ഫുഡ്, റൺസ് എവേ ഫ്രം ഇറ്റ്, ഡസ് നോട്ട് വാണ്ട് ഇറ്റ്. പക്ഷെ ആഹാരത്തിൻ്റെ കാര്യം വരുമ്പോൾ നേരെ മറിച്ചാണ്. അയാൾ ഒരു വിശപ്പിൻ്റേതായിട്ടുള്ള ഫീലിങ്ങിനെ കുറിച്ച് പറയുമെങ്കിൽ പോലും ആഹാരം വിളമ്പി വെച്ചിരിക്കുന്ന മേശയിലേക്ക് വരുമ്പോൾ അതിനോടൊരു മടുപ്പ്, അത് വേണ്ടെന്ന് പറയുക ഒരവസ്ഥ. ഹി ഈറ്റ്സ് ഓൾമോസ്റ്റ് നത്തിങ്, ടേക്സ് ഓൺലി ദ സിംപ്ലസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് തിങ്സ്. മിക്കവാറും ഒന്നും കഴിക്കുന്നില്ല, ഏറ്റവും ലളിതമായിട്ടുള്ള ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ള അത്തരം ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ. ദർ ഇസ് എ ക്രേവിങ് ഫോർ സ്റ്റിമുലൻസ്, ഫോർ ആൽക്കഹോൾ ആൻഡ് ആൻ അവേർഷൻ ടു മിൽക്ക് ആൻഡ് മീറ്റ്. അപ്പോൾ ഭക്ഷണത്തോട് വിരക്തി, അതേസമയം സ്റ്റിമുലൻസിനോട്, ആൽക്കഹോളിനോട് ക്രേവിങ്. അങ്ങനെ ഒരു അൺഹെൽത്തി ഒരു ഫുഡ് ഹാബിറ്റാണ് ഉള്ളത്. അപ്പോൾ അതിനോട് ചേർത്ത് പറയാണ്, ദീസ് ലേറ്റർ മേക്ക് ഹിം സിക്ക് ആൻഡ് ഹീ ലോസ് ദം. അപ്പോൾ പാലിനോടും മാംസത്തോടും ഇഷ്ടക്കേട്, ആവേർഷൻ വരാൻ കാരണം ഇത് രണ്ടും അയാളെ സിക്കാക്കുന്നു. അയാൾക്ക് അതുകൊണ്ട് വിമിഷ്ടമുണ്ടാകുന്നു, പാല് കുടിച്ചാലും മാംസം കഴിച്ചാലും. ഇവിടെ അത് നമ്മുടെ നാട്ടിലത് വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല. കാരണം ഇവിടെ വെജിറ്റേറിയനിസം ശീലിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മാംസം കഴിക്കാതെയും ജീവിക്കാം. പക്ഷേ ഈ യു എസിലും മറ്റ് യൂറോപ്പിലും അങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രീസിൽ വിശേഷിച്ചും വിൻ്റർ വരുമ്പോൾ ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസും മറ്റുമൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും. സ്റ്റോർ ചെയ്ത സാധനങ്ങളെ കിട്ടുള്ളൂ. അപ്പോൾ ഫ്രഷായിട്ട് കിട്ടുന്നൊരു ഭക്ഷണം മീറ്റാണ്. പണ്ട് കാലത്താണ് ഹണ്ട് ചെയ്ത് കിട്ടുന്ന സാധനം, ഇപ്പോഴാണെങ്കിൽ അല്ലാതെ ഉള്ള കിട്ടുന്ന സാധനങ്ങൾ. അപ്പോൾ അവിടെ മീറ്റ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ, അല്ല പാല് കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ സൾഫറിൽ ഈ ഒരു സിംറ്റം പ്രധാനപ്പെട്ടതാകുന്നത്. അപ്പോൾ സൾഫർ പേഷ്യൻറ്റിന് പാലും മാംസവും അയാളെ സിക്കാക്കും. അതുകൊണ്ട് അതിനോട് ആവേശമുണ്ട്. ലോത്സം, അതിനോടൊരു ഇഷ്ടക്കേട്, അനിഷ്ടം. വൺ ഓഫ് ദ ഓൾഡ് മെൻ ഇൻവെൻറ്റഡ് ഔട്ട് ഓഫ് ദീസ് തിങ്സ് ദ കീനോട്ട്, ഡ്രിങ്ക്സ് മച്ച് ആൻഡ് ഈറ്റ്സ് ലിറ്റിൽ. അപ്പോൾ ഓൾഡ് മെൻ എന്ന് പറയുന്നത് പഴയ ഹോമിയോപാസ്, ഡോക്ടർ സാമുൽ ഹനിമാൻ്റെ ഒക്കെ സമകാലീനായിരുന്ന ആളുകൾ ഈ രണ്ട് പ്രശ്നങ്ങളും, വെള്ളത്തോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം, അമിതമായിട്ടുള്ള ദാഹം, അതേസമയം ആഹാരത്തോടുള്ള ഇഷ്ടക്കേട്, ഇത് രണ്ടിനെയും ഒരു കമ്പൈൻ ചെയ്തിട്ട്, ക്ലബ്ബ് ചെയ്തിട്ട് ഒരു കീനോട്ട് ഉണ്ടാക്കി. അപ്പോൾ കെൻ്റ് ഒരു അല്പം സർക്കാസ്റ്റിക്കായിട്ടാണ് ഇത് പറയുന്നത്. കാരണം ഈ കീനോട്ടുകളെ തുടക്കം മുതൽ എതിർത്ത് പോകുന്ന ഒരാളാണ് കെൻ്റ്. ടോട്ടാലിറ്റി അത്ര അധികം മുറുകെ പിടിക്കുന്ന ഒരാൾ. അപ്പോൾ എങ്ങനെ കീനോട്ടുകൾ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ജനസിസ്, അതിൻ്റെ അത് ഇവോൾവ് ചെയ്തു വന്നതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് ഒരു ചെറിയൊരു ഹിൻ്റ് കൂടി അല്പം സർക്കാസം കലർത്തിക്കൊണ്ട് കെൻ്റ് പറയുകയാണ്. അപ്പോൾ ചില പഴയ ഹോമിയോപാസ് ഈ രണ്ടവസ്ഥകളെയും കൂടി കൂട്ടിച്ചേർത്തൊരു കീനോട്ട് ഉണ്ടാക്കി. അത് കീനോട്ട് ഇതാണ്: ഡ്രിങ്ക്സ് മച്ച് ആൻഡ് ഈറ്റ്സ് ലിറ്റിൽ. കൂടുതൽ കുടിക്കുന്നു, കുറച്ച് തിന്നുന്നു. ദിസ് ഈസ് ട്രൂ അണ്ടർ സൾഫർ, ബട്ട് മെനി അതർ റെമഡീസ് ഹാവ് ദ സെയിം തിങ്. അപ്പോൾ അതിലൊരു അപകടമാണ് പുള്ളി അടുത്തായിട്ട് പറയുന്നത്. സൾഫറിൽ ഇത് ശരിയാണ്, പക്ഷേ സൾഫറിന് മാത്രമല്ല, മറ്റ് പല മരുന്നുകളിലും ഇതുണ്ട്. കൂടുതൽ കുടിക്കുന്നു, കുറച്ച് തിന്നുന്നു. അപ്പോൾ കീനോട്ട്സിനെ ആശ്രയിക്കുന്നതിലുള്ള ഒരു പ്രശ്നം, ഹോമിയോപ്പതിയിലെ ഒരു പ്രശ്നത്തിലേക്കാണ് കെൻ്റ് പതുക്കെ വരുന്നത്. ആസ് ടു ദ യൂസ് ഓഫ് കീനോട്ട്സ്, I would impress on you that it is well to gather together all the symptoms with their associations.
കണ്ടോ? അപ്പോൾ കീനോട്ട് യൂസേജിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ ഒരു സെൻറ്റൻസിൽ പറയുകയാണ്. കീനോട്ടുകൾ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് അതിനോട് ആ കീനോട്ടിൽ പറയുന്ന സിംറ്റംസിനോട് ചേർന്ന് വരുന്ന അസോസിയേറ്റ്സ്, അതിനോട് ചേർന്ന് വരുന്ന സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ഗ്യാദർ ചെയ്ത് എല്ലാത്തിനും കൂട്ടിച്ചേർത്ത് ഒരു ടോട്ടാലിറ്റിയുടെ സ്വഭാവത്തിലേക്ക് വരണം. കെൻറ്റിൻ്റെ ഒരു ശക്തമായ നിലപാടാണത്. ഈ ഒരു നിലപാടാണ് കെൻറ്റിനെ അൺപോപ്പുലറാക്കിയത്. കെൻറ്റിൻ്റെ പുസ്തകങ്ങളെ സിലബസിൽ നിന്നും മാറ്റി നിർത്തിയതിൻ്റെ കാരണമാണ്. അപ്പം ഞാൻ കെൻറ്റിൻ്റെ ലെക്ചേഴ്സിനെ ഈ ഒരു സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബേസ്ഡ് പ്രസൻറ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചപ്പോൾ എന്നെ പലരും നിരുത്സാഹപ്പെടുത്തി. അതിൻ്റെ കാരണം ഇതാണ്, കെൻറ്റ് അൺപോപ്പുലറാണ്. ആ കാര്യം എനിക്കറിയാം. ഞാൻ ഇത് വായിച്ചു തുടങ്ങിയതിന് ശേഷം ഇതിനെക്കുറിച്ച് ആവേശത്തോടു കൂടി അന്നത്തെ ഹോമിയോപ്പതി സ്റ്റുഡൻസിനോടും ഡോക്ടേഴ്സിനോടൊക്കെ പറഞ്ഞപ്പോൾ ഒരു തണുപ്പൻ പ്രതികരണമാണ് എനിക്ക് ലഭിച്ചത്. അതിൻ്റെ കാരണം ഇതാണ്, പ്രാക്ടീസ് ചെയ്യുമ്പോൾ കെൻറ്റിൻ്റെ ലിറ്ററേച്ചറിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് വലിയൊരു ഉത്തരവാദിത്വം പ്രാക്ടീഷണേഴ്സിലേക്ക് കൊണ്ടുവരും. കാരണം ഒരു ഈസി വേ ഓഫ് പ്രാക്ടീസിങ് അല്ലെങ്കിൽ ഈസി അപ്രോച്ച് ടു കേസസ് ഇവിടെ നടക്കില്ല. ആ കാര്യമാണ് പറയുന്നത്. ഇറ്റ് ഈസ് ട്രൂ അണ്ടർ സൾഫർ ബട്ട് മെനി അതർ റെമഡീസ് ആർ ദ സെയിം തിങ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നീ അത് ജനറലൈസ് ചെയ്ത് പറയും. ആസ് ടു ദ യൂസ് ഓഫ് കീനോട്ട്സ് ഐ വുഡ് ഇംപ്രസ് ഓൺ യു. അത് സ്റ്റുഡൻസിനോട്, PG സ്റ്റുഡൻസിനോട് പറയുന്നതാണ്. നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ അതിനെ ഉറപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ദാറ്റ് ഇറ്റ് ഈസ് വെൽ ടു ഗാദർ ടുഗദർ ഓൾ ദ സിംറ്റംസ് വിത്ത് ദെയർ അസോസിയേഷൻസ്. എല്ലാ സിംറ്റംസിനെയും അതിനോടൊപ്പം വരെ അതിൻ്റെ അസോസിയേഷൻസിനെയും അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന, അതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളെയും ചേർത്ത് വെക്കുക. കണ്ടോ എത്രമാത്രം ശ്രദ്ധയും ജാഗ്രതയുമാണ് കേസ് ടേക്കിങ്ങിൽ, സിംറ്റം കളക്ഷനിൽ കെൻറ്റ് വെക്കുന്ന നോക്കുക. അതിലൂടെയാണ് ഹോമിയോപ്പതിയുടെ പരമമായ ലക്ഷ്യം, സാമുവൽ ഹനിമാൻ പറഞ്ഞ ഒരു അൾട്ടിമേറ്റ് ആദർശം, ടു റിസ്റ്റോർ ദ സിക്ക് ടു ഹെൽത്ത്, ഹ്യൂമാനിറ്റിയെ ആരോഗ്യത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നൊരു ആദർശം. അതാണ് ഹോമിയോപ്പതിയെ യുണീക്കാക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു പനിയോ തലവേദനയോ ഛർദിലോ മറ്റൊക്കെ വന്നിരുന്ന രോഗിയെ സുഖപ്പെടുത്തി പൈസ വാങ്ങുന്നതിലല്ല ഹോമിയോപ്പതിയുടെ മഹത്വം. ഹോമിയോപ്പതി ഈസ് എ യുണീക്ക് സിസ്റ്റം ഓഫ് ഹീലിംഗ്. മറ്റേത് ചികിത്സാ സമ്പ്രദായത്തോടും കമ്പയർ ചെയ്യുമ്പോൾ ഹോമിയോപ്പതി വളരെ ഉയർന്നു നിൽക്കുന്ന മഹത്തരമായ ചികിത്സാ രീതിയാണ്. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ ഒരു അപ്രോച്ച് വേണ്ടി വരും. അത് അൺപോപ്പുലറാണ്, അത് ബുദ്ധിമുട്ടേറിയതാണ്. പക്ഷേ അത് നിങ്ങൾ വിട്ടുകളയരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഐ വിൽ നോട്ട് ഡു ടു പ്ലേസ് മച്ച് ഡിപ്പെൻഡൻസ് ഓൺ ദ ലിറ്റിൽ സിംറ്റംസ് ഓർ ഈവൻ ഓൺ 2 or 3 ലിറ്റിൽ സിംറ്റംസ്. 1 or 2 കൊച്ചു ലക്ഷണങ്ങൾ, അതിനെ കൂട്ടിവെച്ചുള്ള കാര്യങ്ങൾ, അതിന് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം അങ്ങനെ കൂട്ടിവെക്കുന്നതിനെക്കുറിച്ചൊക്കെ എൻ്റെ തുറന്ന് പറയുന്നുണ്ട്. അതിനുള്ള അപകടത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ദ സിംറ്റംസ് ഓഫ് ദ വോൾ കേസ് മസ്റ്റ് ബി കൺസിഡേർഡ് ആൻഡ് ദെൻ ഇഫ് ദ കീനോട്ട്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എവറിത്തിങ് എൽസ് cause the remedy to be well rendered out and full and look like the whole patient, only then it is suitable. അപ്പോൾ സിംറ്റംസ് ഓഫ് ദ വോൾ കേസ്, മൊത്തം കേസിൻ്റെ സിംറ്റംസ് പരിഗണിക്കണം. പിന്നെ അതിനോട് ചേർന്ന് ഇത് കീനോട്ട്സും ഈ ക്യാരക്ടറിസ്റ്റിക്സും മറ്റു കാര്യങ്ങളും എല്ലാം നന്നായിട്ട് വെൽ റൗണ്ടഡ് ഔട്ട്, അതായത് നന്നായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അത് ആ പേഷ്യൻറ്റിൻ്റെ സമഗ്രതയോട്, ഓൾ പേഷ്യൻറ്റിനോട് ലുക്ക് ലൈക്ക് ദ ഓൾ പേഷ്യൻറ്റ്, ആ ഒരു സമഗ്രതയോട് സാദൃശ്യം പുലർത്തുന്നതാണെങ്കിൽ ആ ഒരവസ്ഥയിൽ അതിനെ
സ്വീകരിക്കാം. അല്ലെങ്കിൽ ടോട്ടാലിറ്റി തന്നെ ആശ്രയം. ദർ ഈസ് എംപ്റ്റിനെസ് ഒക്കറിങ് അറ്റ് 11 o'clock ഇൻ ദ ഫോർനൂൺ. ഉച്ചയോട് കൂടി മധ്യാഹ്നത്തിന് മുൻപ് 11 മണിക്കൊരു എംപ്റ്റിനെസ് ഓഫ് സ്റ്റൊമക്ക്, ഒരു ഓൾഗോൺ സെൻസേഷൻ. വാസ്തവത്തിൽ സൾഫർ പേഷ്യൻറ്റിന്, ഒരു ടിപ്പിക്കൽ സൾഫർ പേഷ്യൻറ്റിന് ഏറ്റവും ഒരു വിശപ്പെന്ന് പറയുന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നൊരു സമയം ഈ ഒരു 11 മണിയാണ്. അല്ലെങ്കിൽ അയാളുടെ ഒരു യൂഷ്വൽ മീലിന് ഒരു മണിക്കൂർ മുമ്പുള്ള സമയം, യൂഷ്വൽ മീലിന് 1 മണിക്കൂർ മുമ്പുള്ള സമയം. അപ്പോൾ ഒരു ഓൾഗോൺ സെൻസേഷൻ ഉണ്ടാവും. അല്ലാത്ത സമയങ്ങളിലൊന്നും ഇയാൾക്ക് വിശപ്പില്ല. അതാണ് ഈറ്റ് ലിറ്റിൽ എന്ന് പറയുന്നത്. If there is any time in the whole 24 hours that he feels hungry, it is the 11 o'clock. ഈ 24 മണിക്കൂറിൽ എപ്പോഴെങ്കിലും ഹംഗ്രി ആണെങ്കിൽ അത് 11 മണിയാണ്. ഇറ്റ് സീംസ് ആസ് ദോ ഹി കനോട്ട് വെയിറ്റ് ഫോർ ഹിസ് ഡിന്നർ. ആ ഒരു സമയത്ത് അയാൾക്കൊരു ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റുന്നില്ലെന്നുള്ള അവസ്ഥയാണ്. ഉടനെ അതിനും തിന്നണം. ദർ ഈസ് ദിസ് ഓൾസോ അബൌട്ട് ദ സൾഫർ പേഷ്യൻറ്റ്. ഹി ഈസ് വെരി ഹംഗ്രി അബൌട്ട് ഹിസ് കസ്റ്റമറി മീൽ ടൈം ആൻഡ് ഇഫ് ദ മീൽ ഈസ് ഡിലേഡ് ഹി ബിക്കംസ് വീക്ക് ആൻഡ് നോസിയേറ്റഡ്. അപ്പോൾ കസ്റ്റമറി മീൽ ടൈമിന് 1 മണിക്കൂർ മുമ്പാകുമ്പോൾ വല്ലാത്തൊരു ഹംഗ്രി. അപ്പോൾ ആ ഒരു കസ്റ്റമറി മീൽ ടൈമിന് 1 മണിക്കൂർ മുമ്പ് അയാൾക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടിയില്ലെങ്കിൽ അയാൾ ആകെ ക്ഷീണിതനാകുന്നു, ആകെ ഓക്കാനം വരുന്നു, നോസിയേറ്റഡ് ആകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ വളരെ ടിപ്പിക്കൽ. അത് ദീസ് ദാറ്റ് ആർ അക്കസ്റ്റംഡ് ടു മീറ്റ് അറ്റ് അബൌട്ട് 12 o'clock വിൽ ഹാവ് ദാറ്റ് ഓൾഗോൺ ഹംഗ്രി ഫീലിംഗ് അറ്റ് 11 AM. Those accustomed to eat about 1 or 1:30 will have it about 12 o'clock. അപ്പോൾ 12 മണിക്ക് തിന്നുന്നവർക്ക് 11 മണി. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ പിന്നെ ഹോസ്റ്റലിലോ വീട്ടിലൊക്കെ പോയി കഴിക്കുന്നത് 1-1:30 മണിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് 12 മണിക്കായിരിക്കും ഒരു ഓൾഗോൺ സെൻസേഷൻ വരുന്നത്. അപ്പോൾ ആ 1 മണിക്കൂർ മുമ്പെന്നുള്ളതാണ് കാര്യം. ദ ഓൾഗോൺ സെൻസേഷൻ ഈസ് അബൌട്ട് 1 hour ബിഫോർ ദ അക്കസ്റ്റംഡ് ടൈം ഓഫ് ഈറ്റിംഗ് വിത്ത് മെനി പീപ്പിൾ. അതാണ് കാര്യം. ഇൻ എ സോർട്ട് ഓഫ് കണ്ടൻസ്ഡ് വേ എ സ്ട്രോങ് സൾഫർ ഗ്രൂപ്പ് ഈസ് ദിസ്. അപ്പോൾ ഈ ഒരു കീനോട്ട് എന്നുള്ളൊരു ആശയം അനുസരിച്ചുകൊണ്ടാണ് കെൻഡ് പറയുന്നത്. ഒരു കണ്ടൻസ്ഡ് വേ എന്ന് പറയുന്നതാണ്. ഒരു കാച്ചിക്കുറുക്കി പറഞ്ഞാൽ ഒരു ശക്തമായ സൾഫർ ഗ്രൂപ്പ് ഇതാണ്. എന്താണ്? ഒന്ന്, ആൻ ഓൾഗോൺസ് ഹംഗ്രി ഫീലിംഗ് ഇൻ ദ സ്റ്റൊമക്ക് അറ്റ് 11 AM. 2, ബേണിംഗ് ഓഫ് ദ സോൾസ് ആൻഡ് ഹീറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ഹെഡ്. ഒന്നാമത് 11 മണിക്കുള്ള ഒരു ഹംഗ്രി ഫീലിംഗ്, അല്ലെങ്കിൽ യൂഷ്വൽ മീൽ ടൈമിന് 1 മണിക്കൂർ മുമ്പുള്ളൊരു ഓൾഗോൺ സെൻസേഷൻ. 2, കൈവെള്ളയിലും കാൽവെള്ളയിലും പൊള്ളൽ. 3, തലയുടെ ഉച്ചിയിൽ പൊള്ളൽ. ദീസ് 3 things have been looked upon as a sine qua non of sulfur, but they are scarcely the beginning of sulfur. കണ്ടോ എത്ര ശ്രദ്ധേയമാണ് കണ്ടത് പറയുന്നത് നോക്കുക. ഈ 3 കാര്യങ്ങൾ ഒരു സ്ട്രോങ് സൾഫർ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതാണെന്ന് പറയുമ്പോൾ പോലും അതിനെ ഒരു എല്ലാമായിട്ട് എടുക്കരുത്. ഇതിനൊരു സൈനെ കൊനോൺ, അതൊരു ലാറ്റിൻ പ്രയോഗമാണ്. ആ ലാറ്റിൻ പ്രയോഗത്തിൻ്റെ അർത്ഥം അബ്സല്യൂട്ട്ലി നെസറി. ഈ 3 കാര്യങ്ങൾ അബ്സല്യൂട്ട്ലി നെസറി ആണെങ്കിൽ പോലും, അതൊരു സ്ട്രോങ് സൾഫർ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ പോലും അതൊരു സൾഫർ കേസിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയുന്ന പോലെ സൾഫർ എന്ന് പറയുന്ന ഒരു ഐസ്ബർഗ് ആണെങ്കിൽ ഈ 3 കാര്യങ്ങൾ ചേരുന്നത് അതിൻ്റെ ഒരു ടിപ്പ് മാത്രമാണ്. ദർ ഇസ് ആൻ അൺഹെൽത്തി കണ്ടീഷൻ ഓഫ് ദ സ്കിൻ ഇൻ സൾഫർ അസൈഡ് ഫ്രം ദ ഇറപ്ഷൻസ്. അപ്പോൾ ഇറപ്ഷൻസ് കൂടാതെ തന്നെ, ഇറപ്ഷൻസ് ഉണ്ടെങ്കിൽ അൺഹെൽത്തി കണ്ടീഷനാണ്, ഇറപ്ഷൻസ് ഇല്ലെങ്കിൽ പോലും സൾഫർ പേഷ്യൻ്റെ സ്കിന്നൊരു അൺഹെൽത്തി ലുക്കാണ്. ദ സ്കിൻ വിൽ നോട്ട് ഹീൽ. ഒരു സ്കിന്നൊരു ഹീലിംഗ് കിട്ടുന്നില്ല. സ്മോൾ വൂൺസ് കണ്ടിന്യൂ ടു സൂപ്പറേറ്റ്. ചെറിയൊരു മുറിവായാൽ മതി, അതിൻ്റെ സൂപ്പറേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ആബ്സസ് ഫോംഡ് അണ്ടർ ദ സ്കിൻ ബിക്കംസ് ലിറ്റിൽ ഡിസ്ചാർജിങ് ക്യാവിറ്റീസ് വിത്ത് ഫിസ്റ്റുലസ് ഓപ്പണിങ്സ് ആൻഡ് ദീസ് ലീക്ക് ആൻഡ് ഡിസ്ചാർജ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ ചെറിയൊരു മുറിവുണ്ടായാൽ മതി, സ്കിന്നിൻ്റെ കീഴെ ആബ്സസ് ഉണ്ടാകുന്നു,
ഒരു ഡിസ്ചാർജിങ് ക്യാവിറ്റീസ് ഉണ്ടാകുന്നു, അതിൻ്റെ ഫിസ്റ്റുലസ് ഓപ്പണിംഗ് ഉണ്ടാകുന്നു. അതിങ്ങനെ തുടർന്ന് നിൽക്കുന്നു, ഈ അവസ്ഥ ഇങ്ങനെ തുടർന്ന് നിൽക്കുന്നു, ആ ഡിസ്ചാർജും ലീക്കും ഒക്കെ. ചെറിയൊരു മുറിവ് മതി, അതൊരു അൺഹെൽത്തി കണ്ടീഷനായിട്ട് മാറുന്നു. അതാണ് സൾഫറിൻ്റെ ഒരു സ്കിന്നിൻ്റെ അവസ്ഥ. സൾഫർ പ്രൊഡ്യൂസസ് ആൻ ഇൻഫിൽട്രേഷൻ ഇൻ ഫ്ലെയിം പാർട്സ് സോ ദാറ്റ് ദേ ബിക്കം ഇൻഡ്യൂറേറ്റഡ് ആൻഡ് ദീസ് ഇൻഡ്യൂറൻസ് ലാസ്റ്റ് ഫോർ ഇയേഴ്സ്. അപ്പോൾ ഇൻഫ്ലമേഷൻ വന്നിരുന്ന ഭാഗത്ത് ഇൻഫിൽട്രേഷൻ ഉണ്ടാകുന്നു. ഒരിടത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റു ഭാഗങ്ങളിൽ നിന്നും അനാവശ്യമായ സാധനങ്ങൾ അങ്ങോട്ട് ഇൻഫിൽട്രേറ്റ് വന്നിട്ട് അവിടെ ഒരു കല്ലിപ്പ് പോലെ ഉണ്ടാകുന്നു. ഈ കല്ലിപ്പ് വർഷങ്ങളോളം തുടർന്ന് നിൽക്കുന്നു. അതും ഈ അൺഹെൽത്തി സ്കിന്നിൻ്റെ ഒരു ഭാഗമാണത്. ഒരു മുറിവുണ്ടായാലും ഇൻഫ്ലമേഷൻ ഉണ്ടായാലും നീണ്ടു നിൽക്കുന്ന ഒരു അൺഹെൽത്തി കണ്ടീഷൻ സൾഫർ പേഷ്യൻ്റ് ഉണ്ടാകുന്നു എന്നതിൻ്റെ അർത്ഥം. വെൻ ദ ഇൻഫ്ലമേഷൻ ഈസ് ഇൻ എ വൈറ്റൽ ഓർഗൻ ലൈക്ക് ദ ലങ്സ്, ദിസ് ഇൻഫിൽട്രേഷൻ കനോട്ട് ഓൾവേസ് ബി എൻഡ്യൂർഡ്. ഒരു തൊലിപ്പുറത്താണെങ്കിൽ ഈ ഇൻഡ്യൂറേഷനെ നമുക്ക് സഹിക്കാം, അതിൻ്റെ അസൗകര്യവും വേദനയോ ചൊറിച്ചിലോ സഹിച്ചാൽ മതി. പക്ഷേ ഒരു വൈറ്റൽ ഓർഗനാണെങ്കിലോ ലങ്സിലാണെങ്കിലോ അതിന് നമുക്ക് കൂടുതൽ കാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ ഹെപ്പറ്റൈസേഷൻ എന്നുള്ള പ്രശ്നത്തിലേക്ക് അടുക്കേണ്ടി വരുന്നത്. ഇറ്റ് ലീവ്സ് ഇൻഫിൽട്രേഷൻസ് ആഫ്റ്റർ ന്യൂമോണിയ കോൾഡ് ഹെപ്പറ്റൈസേഷൻ. ഈ ഹെപ്പറ്റൈസേഷൻ്റെ അവസ്ഥ നമ്മൾ നേരത്തെ ലൈക്കോപോഡിയത്തിലോ മറ്റോ നമ്മൾ കണ്ടതാണ്. ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മാരകമായൊരു അവസ്ഥയാണത്. അപ്പോൾ സൾഫറിലതുണ്ട്. ഒരു ന്യൂമോണിയയ്ക്ക് ശേഷം ലങ്സിലേക്ക് ഈ ഇൻഫിൽട്രേഷൻ സംഭവിച്ചിട്ട് ഹെപ്പറ്റൈസേഷൻ്റെ അവസ്ഥ വരുന്നൊരു മാസ് വരുന്നു, ഒരു സ്പോഞ്ചി മാസ് വരുന്നു. അത് ശ്വസനത്തെ ബാധിക്കുന്നു, ശ്വാസം മുട്ടലുണ്ടാക്കുന്നു, അത് മരണത്തിലേക്ക് വരെ എത്താം. സൾഫർ പ്രൊഡ്യൂസസ് ദിസ് സെയിം ടെൻഡൻസി ഇൻ ഇൻഫ്ലെയിം പാർട്സ് ത്രൂഔട്ട് ദ ബോഡി ആൻഡ് ഹെൻസ് ഇറ്റ്സ് ഗ്രേറ്റ് യൂസ് ഇൻ ഹെപ്പറ്റൈസേഷൻ. ശരീരം മുഴുവൻ, തൊലിയിൽ പറഞ്ഞു, ലങ്സിൽ പറയുന്നു, മറ്റ് പല വൈറ്റൽ ഓർഗൻസിലും ഈ ഒരു ഇൻഫിൽട്രേഷൻ വന്നിട്ട് ഹെപ്പറ്റൈസേഷൻ പോലുള്ള അവസ്ഥകൾ വന്നു വരുന്നു. അത് ചില അവസ്ഥകളിൽ മാരകമാകാം. അപ്പോൾ അതുകൊണ്ട് ഈ ഹെപ്പറ്റൈസേഷനിൽ സൾഫർ കണ്ടീഷൻ ആണെങ്കിൽ സൾഫർ ഒരു ലൈഫ് സേവിങ് മെഡിസിനായിട്ട് മാറും. സൾഫർ ഈസ് എ വെരി യൂസ്ഫുൾ റെമഡി വെൻ ദ പേഷ്യൻറ്റ് ഡസ് നോട്ട് റിയാക്ട് ആഫ്റ്റർ എ പ്രൊലോങ്ഡ് ഡിസീസ് ബിക്കോസ് ഓഫ് എ കണ്ടീഷൻ ഇൻ ദ എക്കണോമി, എ സോറി കണ്ടീഷൻ. ഉണ്ടോ, സൾഫറിൻ്റെ വലിയൊരു ഉപയോഗത്തിലേക്കാണ് ഇത് വിരച്ചുവിടുന്നത്. ഒരു പ്രൊലോങ്ഡ് ഡിസീസ്, ഒരു രോഗാവസ്ഥ നീണ്ടു നിൽക്കുന്നു. ആ രോഗാവസ്ഥ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് അയാളുടെ വൈറ്റൽ എക്കോണമി ഒരു വീക്ക്നെസ് ഉണ്ടാകുന്നു, ഒരു വൈറ്റൽ റിയാക്ഷൻ ഉണ്ടാകാത്തൊരവസ്ഥ വരുന്നു. ഉണ്ടോ, പേഷ്യൻ്റ് ഡസ് നോട്ട് റിയാക്ട്. പേഷ്യൻ്റ് റിയാക്ട് ചെയ്യുന്നില്ല. ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനോട് റിയാക്ട് ചെയ്യുന്നില്ല. ഹോമിയോപ്പതിയിൽ ഒരു റിയാക്ഷൻ, വൈറ്റൽ റിയാക്ഷൻ ഉണ്ടായാലേ ഹോമിയോപ്പതിക്ക് ആക്ഷൻ സംഭവിക്കുകയുള്ളൂ. ഇതാണ് വാസ്തവത്തിൽ നമ്മളുടെ മഹാനായ ഗുരു. അദ്ദേഹം പലപ്പോഴും എനിക്ക് തോന്നുന്നു ഓർഗനൽ കമൻട്രീസിലാണോ അതിൻ്റെ സ്റ്റഡീസിലാണോ കൊണ്ട് വായിച്ച് ഓർക്കുന്നുണ്ട്. ഈ അക്യൂട്ട് കേസസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാനവും ക്രോണിക് കേസസിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിലും ഒരു ഡോസ് സൾഫർ കൊടുക്കുക എന്നുള്ളൊരു ഓർഗൻ വായിച്ചപ്പോഴാണ്, 40 വർഷം മുമ്പുള്ളൊരു ഓർമ്മയാണ് ഓർക്കുന്നത്. സാമുൽ ഹനിമാൻ അത് ഒരു നിഷ്ഠ എന്നോണം ഏത് ക്രോണിക് കേസിൻ്റെയും തുടക്കത്തിൽ ഒരു സൾഫർ 30 ഒരു ഡോസ് അദ്ദേഹം കൊടുത്തിരുന്നതായിട്ട് ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, ഈ വൈറ്റൽ റിയാക്ഷൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ വൈറ്റൽ റിയാക്ഷനെ അറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൾഫർ ഉണ്ടോ, അതൊരു സോറിക് കണ്ടീഷനാണ്. അപ്പോൾ സൾഫർ ചീഫ് ആൻറ്റിസോറിക്കാണ്. അപ്പോൾ ഈ സോറിക് കണ്ടീഷൻ കാരണം വൈറ്റൽ റിയാക്ഷൻ ഉണ്ടായില്ലെങ്കിൽ സൾഫർ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. പക്ഷേ സൾഫറിനൊരു ഇൻഡിസ്ക്രിമിനേറ്റ് യൂസേജ് പാടില്ല. കണ്ണും പൂട്ടി സൾഫർ ഉപയോഗിക്കുന്ന ഒരു ടെൻഡൻസി പാടില്ലതാണ്. വെൻ എ പേഷ്യൻ്റ് ഈസ് ഡ്രോയിങ് നിയർ ദ എൻഡ് ഓഫ് ആൻ അക്യൂട്ട് ഡിസീസ് ഹി ബിക്കംസ് വീക്ക് ആൻഡ് പ്രൊസ്ട്രേറ്റഡ്. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു അക്യൂട്ട് ഡിസീസിൻ്റെ അറ്റത്തേക്ക് വരുമ്പോൾ പേഷ്യൻ്റ് വല്ലാതെ വീക്കാവുന്നു, പ്രൊസ്ട്രേഷൻ ഉണ്ടാകുന്നു. ദ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് എൻഡ് ഇൻ സൂപ്പറേഷൻ ആൻഡ് ഇൻഫിൽട്രേഷൻസ്. ദ പേഷ്യൻ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് വീക്ക്നെസ്, മച്ച് ഫാറ്റീഗ്ഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഹാസ് നൈറ്റ് സ്വെറ്റ്സ്. അപ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് സൂപ്പറേഷനിലേക്ക് ചെല്ലുന്നു,
ഇൻഫിൽട്രേഷൻ ഉണ്ടാകുന്നു, പേഷ്യൻ്റ് വീക്കാവുന്നു, ഫാറ്റിഗ്ഡ് ആകുന്നു, ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നു. നമ്മൾ ആഴ്സനിൽ കണ്ട പോലുള്ള ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ പോലും ക്ഷീണിതനാകുന്നു, രാത്രി വിയർക്കുന്നൊരവസ്ഥ വരുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. ഹി ഡസ് നോട്ട് കോൺവാൾസ് ആഫ്റ്റർ എ ടൈഫോയിഡ് ഓർ അതർ അക്യൂട്ട് ഡിസീസ്. അപ്പോൾ ടൈഫോയിഡോ മറ്റെന്തെങ്കിലും അക്യൂട്ട് കണ്ടീഷനോ ശേഷം ആൾ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നില്ല, ആരോഗ്യാവസ്ഥയിലേക്ക് ഒരു തിരിച്ചു വരുന്നുണ്ടാകുന്നില്ല, ഒരു സ്റ്റാഗ്നേഷൻ വരുന്നു, വൈറ്റൽ റിയാക്ഷൻ ഇല്ലാത്തൊരവസ്ഥ വരുന്നു. അവിടെ സൾഫറിന് വലിയ റോളുണ്ട്. ദർ ഇസ് സ്ലോ റിപ്പയർ ആൻഡ് സ്ലോ ടയേർഡ് എക്കോണമി. അപ്പോൾ റിപ്പയർ, ഇപ്പോൾ ടൈഫോയിഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ന്യൂമോണിയ കഴിഞ്ഞാൽ ആ ഒരു അഫക്റ്റഡ് പാർട്ട് റിപ്പയർ ചെയ്ത് വരണമല്ലോ. അപ്പോൾ അത് വളരെ സ്ലോയാണ്. അതുകൊണ്ട് അയാൾ ക്ഷീണിതരാകുന്നു, ടയേർഡ് എക്കോണമി, അയാളുടെ വൈറ്റൽ എക്കോണമി വളരെ ക്ഷീണിതമാകുന്നു. ആൻഡ് ഓർഡർ ഈസ് നോട്ട് റെസ്റ്റോർഡ് ആഫ്റ്റർ ദ അക്യൂട്ട് ഡിസീസ്. ഈ അക്യൂട്ട് ഡിസീസിന് ശേഷം ആ ഒരു ഹ്യൂമൻ ഓർഡർ, വൈറ്റൽ ഓർഡർ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നില്ല. അതുകൊണ്ട് ആൾ ക്ഷീണിതനായി പോകുന്നു. ദ സൾഫർ ഓഫൺ ബിക്കംസ് വെരി യൂസ്ഫുൾ ഇൻ സച്ച് കണ്ടീഷൻസ്. ഉണ്ടോ? അതാണ് സൾഫർ. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കുക, കെൻ്റ് വളരെ വളരെ സൂക്ഷിച്ചാണ് ആ ഭാഷ ഉപയോഗിക്കുന്നത്. ഓഫൺ ബിക്കംസ് വെരി യൂസ്ഫുൾ. എല്ലായ്പ്പോഴും എന്ന് പറയുന്നില്ല, ഓൾവേസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, ഓഫൺ. സൾഫർ കൊടുത്താലും പറ്റാത്ത അവസരങ്ങളുണ്ടാകാം. ഈ ഒരു വൈറ്റൽ റിയാക്ഷൻ അറോസ് ചെയ്യാവുന്ന ഒരവസ്ഥ, അറോസ് ചെയ്യപ്പെടാത്ത ഒരവസ്ഥയിൽ മറ്റു മരുന്നുകളും വേണ്ടി വന്നേക്കാം. അപ്പോൾ ഓഫൺ എന്നേ പറയുന്നുള്ളൂ, ഓഫൺ ബിക്കംസ്. അപ്പോൾ സൾഫറാണെന്ന് കണ്ണം മൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. ഓൾ ഡ്രങ്കാർഡ്സ് ബിക്കം debilitated and have violent craving for alcohol. They cannot let liquor alone. അപ്പോൾ പഴയ മദ്യപാനികളുടെ ഒരു കാര്യത്തിൽ വരികയാണ്. കുടിച്ച് അവർ വല്ലാതെ നമ്മുടെ പരിസരങ്ങളിൽ കണ്ടുള്ളതാണ്. മദ്യപിച്ച് ആകെ തകർന്ന അവസ്ഥകൾ. അവർ ആൽക്കഹോളിനോടുള്ള വയലന്റ് ക്രേവിങ്, മദ്യം കിട്ടിയില്ലെങ്കിൽ അവർ വല്ലാതെ വയലൻ്റായി പോകും. ദേ കനോട്ട് ലെറ്റ് ലിക്കർ അലോൺ. അവർക്ക് മദ്യം ഉപേക്ഷിക്കാൻ അവർക്ക് പറ്റില്ല. ദേ ക്രേവ് സ്ട്രോങ് ആൻഡ് പഞ്ചൻ തിങ്സ്. വളരെ ശക്തിയുള്ള പഞ്ചൻ്റായിട്ടുള്ള കാര്യങ്ങളോടൊരു ക്രേവിങ് വരുന്നു. വാണ്ട് നത്തിങ് ടു ഈറ്റ് ബട്ട് വാണ്ട് കോൾഡ് വാട്ടർ ആൻഡ് ആൽക്കഹോൾ ഡ്രിങ്ക്സ്. അവർക്ക് ഒന്നും തിന്നാൻ വേണ്ട. അത് മദ്യപാനികളുടെ സ്ഥിര അവസ്ഥയാണ്. അവരൊന്നും അവർക്ക് ഭക്ഷിക്കാൻ വേണ്ട. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അവർ കൊടുത്താൽ ഒന്നും തിന്നില്ല, ഒന്നും കഴിക്കില്ല. അവർ ഒന്നും ഭക്ഷിക്കണ്ട. പക്ഷെ മദ്യം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. മദ്യവും തണുത്ത വെള്ളവും ഉണ്ടോ, അതൊരു സൾഫറിൻ്റെ അവസ്ഥയാണ്. നത്തിങ് ബട്ട് കോൾഡ് വാട്ടർ ആൻഡ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ഇത്തരം ആളുകൾ ധാരാളമായിട്ട് ഡ്രങ്കാർഡ്സിൻ്റെ ഇടയിലുണ്ട്. ദേ ഗോ ഓൺ ഡ്രിങ്കിങ് ടിൽ ഗ്രേറ്റ്ലി എക്സോസ്റ്റഡ് ആൻഡ് ദെൻ ദിയർ കംപ്ലയിൻസ് കം ഓൺ. അവരിങ്ങനെ മദ്യപിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ കംപ്ലയിൻസ് വരുന്നവരെ മദ്യപിച്ചുകൊണ്ടിരിക്കും. സൾഫർ വിൽ ഫോർ എ വൈൽ ടേക്ക് അവേ ദിസ് ക്രേവിങ് ഫോർ ഡ്രിങ്ക് ആൻഡ് ബിൽഡ് ഹിം അപ്പ്. അപ്പോൾ കുറേ കാലത്തേക്ക് ഈ ഒരു മദ്യത്തോടുള്ള ക്രേവിങ് മാറ്റാനും അവരെ ഒരു റിപ്പയർ ചെയ്യാനുള്ള, വീണ്ടും ഒന്ന് ബിൽഡപ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടും. അപ്പോൾ ഇത്തരം ഈ ആൽക്കഹോളിക്കായിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് രക്ഷിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ ഹോമിയോപാത്സിന് വലിയൊരു റോളുണ്ട്. ആ റോളിൽ സൾഫറിനും വലിയൊരു റോളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കുക. സൾഫറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ഓൾഡ് ഡ്രങ്കാർഡ്സിനെയൊക്കെ നിങ്ങൾക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഈ സൾഫറിൽ ഈ പറയുന്ന ഒന്നും തിന്നണ്ട, കുടിച്ചുകൊണ്ടിരുന്നാൽ മതി, തണുത്ത വെള്ളം കുടിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥ ധാരാളം ക്രോണിക് ഡ്രങ്കാർഡ്സിലുണ്ട്. അവരെയൊക്കെ വളരെയധികം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി പ്രാക്ടീസിൽ സഹായിക്കാൻ പറ്റും. സൾഫറിൻ്റെ വിലപ്പെട്ട മറ്റ് സിംറ്റംസിനെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങൾ മറ്റ് സുഹൃത്തുക്കളായിട്ട് പങ്കുവെക്കുക. നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.